ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാനാണ് പോണത്. അതും ആവിയിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇത് നമുക്കൊന്ന് നെയ്യിൽ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് വേണ്ട ഇത് കപ്പുകളാണ്. ഫൈബറിൻ്റെ കപ്പ് ഇതാണിത്. ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൽ കുറേശ്ശെ എണ്ണ തടവി കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചാൽ മതി. ഇത് ഓവനിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആവിയിലാണ് വെക്കാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടത് 4 മുട്ട, ഒരു അര ഗ്ലാസ് കണക്കാണ് ഞാൻ പറയുന്നത്, തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ 3 ഏലക്കായൻ്റെ പൊടി, 4 ബദാം പരിപ്പ് പൊടിയാക്കി അരിഞ്ഞതാണ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇനി നമുക്ക് നെയ്യ് തടവിയിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചൂടാറാൻ വെക്കണം. അതൊന്ന് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നല്ല വഴന്ന് വരണം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ നിങ്ങൾക്കത് ഒന്നും കൂടി കപ്പ് കേക്ക് ആകുമ്പോൾ കൂടുതൽ കഷ്ണം ഒന്നിൽ തന്നെ വരാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനും പഴുപ്പ് കൂടുതലായ പഴത്തിനെക്കാട്ടി നല്ലത് പാകം പഴുപ്പായതാണ്, അലിഞ്ഞ് പോവാതെക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഏലക്കായ്പ്പൊടി, തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ചേർക്കണമെന്നേ ഇല്ല, എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചേർക്കുകയാണ്. തേങ്ങ ചേർക്കാതെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സീക്രട്ട് പറയാനുള്ളത്, ഒരു മുട്ടയും കൂടി കൂടുതൽ ചേർത്താൽ 1 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്താൽ മതി. അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ അപ്പോൾ ഒരു നേരിയ റവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, കൂടുതൽ റവയൊന്നും ചേർത്ത് കൊടുക്കരുത്. പക്ഷേ മുട്ട അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തപ്പോൾ നെയ്യ് പാകമായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവിക്ക് വെക്കാനുള്ള പാത്രം ഇതിൻ്റെ വെള്ളം ഇപ്പം തന്നെ വെച്ച് വെക്കാം. ഇതിങ്ങനത്തെ ഒരു പാത്രം തന്നെ വാങ്ങിച്ചതാണ്. ഇത് അപ്പോൾ ഇതിന് നല്ലോണം ആവി വരട്ടെ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്താ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടുള്ള ചട്ടിയിൽ നിന്ന് ഒഴിച്ച് കൊടുത്തതിന് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. മധുരം നിങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് തന്നെ 1 തരി ഉപ്പ്, കൂടുതൽ വേണ്ട, 1 തരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാറുമ്പോഴേക്ക് ഇതിലും കൂടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇതിലൊക്കെ അരക്കപ്പിച്ച് ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കണ്ട. പിന്നെ പൊങ്ങി വരും. ഇത് ഏത് ഡിസൈനാണ് വേണ്ടിച്ചാൽ അത് നിങ്ങൾക്കനുസരിച്ച് ചെയ്യാം. പിന്നെ ഒരു 10-15 മിനിറ്റ് ആവി വന്നതിന് ശേഷം ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി.
വെന്തിക്കണമെന്ന്. അത് ചൂടാറി ഇട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇത് 4 മുട്ട മാവ് കുറവാണ്, അപ്പോൾ വെള്ളം കുറവാണ്. നമ്മൾ അതിലേക്ക് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓരോന്നും അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെക്കുമ്പോൾ കഷ്ണവും മുട്ടയും കൂടി, പഴവും മുട്ടയൊക്കെ ഒരേപോലെ വരാൻ ശ്രമിക്കണം. നമുക്ക് 10 മിനിറ്റ് തീ മീഡിയത്തിലാക്കിയിട്ട്, പത്ത് ചുരുക്കണ്ട, മീഡിയത്തിലാക്കി ഓഫാക്കി വെക്കാം. 10 മിനിറ്റ് കഴിയട്ടെ. മറ്റേതിലൊക്കെ ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 5 മുട്ടയും 2 പഴവും കൂടി എടുത്താൽ നമുക്ക് 12 കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മളെ ഈ കേക്ക് ചെറുതാണ്, വളരെ കുറച്ച് മാവയിൽ കൊള്ളുള്ളൂ. ഇത് വലിയ കേക്കുമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാലോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പുറത്തേക്ക് എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.